അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഉഹദ് യുദ്ധ ചരിത്രത്തിലെ മർമ്മപ്രധാനമായ ഏതാനും ചില കാര്യങ്ങളാണ്. ബദറിൽ അബൂജഹൽ കൊല്ലപ്പെട്ടതിന് ശേഷം അന്ന് മക്കയിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്. ആ കാലഘട്ടങ്ങളിൽ കഅബാലയത്തിൽ ബിംബാരാധന ഒരു പതിവായിരുന്നു. ഒരിക്കൽ അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ് കഅബ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കഅബാലയത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. ആ സമയത്താണ് വഴിയിൽ 2 കുട്ടികൾ ഇരുന്നു. അബൂ സുഫിയാൻ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. കുട്ടികളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്? കുട്ടികൾ അതിനുള്ള മറുപടിയൊന്നും പറഞ്ഞില്ല. അബൂ സുഫിയാൻ വന്നതായി അടിച്ചില്ല. അബൂ സുഫിയാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രയാസം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ കുട്ടികൾ അങ്ങോട്ട് ചെവി കൊടുത്തില്ല. അവസാന ഘട്ടത്തിൽ അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, ആ കാലഘട്ടത്തിൽ ഖുറൈശികൾ ഒരു മീറ്റിംഗ് കൂടുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു, മക്കയിലെ ദാറുൻ നദ്വയിൽ. അബൂ സുഫിയാൻ അവരോട് പറഞ്ഞു, ദാറുൻ നദ്വയിലെ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അബൂ സുഫിയാൻ അത് വഴി കടന്നുപോയി. അന്ന് ദാറുൻ നദ്വ സമ്മേളന ഹാൾ ജനത്തെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. അബൂ സുഫിയാൻ പ്രസംഗിക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യ തുഹൈമത്തിൻ്റെ മകൾ ഹിന്ദ് എന്നോട് ഒരുപാട് നാളായി മിണ്ടിയിട്ട്, തലയിൽ ഒരു എണ്ണ തേച്ച് കുളിച്ചിട്ട് ഒരുപാട് നാളായി എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു തുടങ്ങി. ഉടനെ തന്നെ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അബൂ സുഫിയാൻ, ഇത് പറയാനാണോ നിങ്ങൾ സമ്മേളനം വിളിച്ചു കൂട്ടിയത്? സ്വന്തം സ്വകാര്യ കാര്യങ്ങൾ നിങ്ങളുടെ നട്ടലില്ലായ്മ ആണെന്ന് ഒരാൾ പറഞ്ഞു. അബൂ സുഫിയാൻ പറഞ്ഞു, നിൽക്ക്, ഇതും കൂടി പറയട്ടെ, എന്നിട്ടാകാം നിങ്ങളുടെ മറുപടി. അബൂ സുഫിയാൻ കോപത്തോടെ പറഞ്ഞു തുടങ്ങി. ബദറിൻ്റെ രണാങ്കളത്തിൽ ഒരുപാട് പേർ നമുക്ക് കൊല്ലപ്പെട്ടു പോയി. അബൂജഹൽ, ഉത്ബ, ഷൈബ എന്നിങ്ങനെ അനവധി പേർ. എന്തിനു പറയുന്നു, നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബാപ്പമാർ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട എത്ര ആളുകളുണ്ട്, എത്ര വിധവകളുണ്ട്. അബൂ സുഫിയാൻ കഥകൾ ഓരോന്നോരോന്നായി വിവരിച്ചു തുടങ്ങി അവർക്ക് മുന്നിൽ. അബൂ സുഫിയാൻ തുടങ്ങി, ഇനി ഒന്നും വേണ്ട, നമുക്കൊരു കച്ചവടം ചെയ്യാൻ ഷാമിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ യസ്രിബ് വഴി കടന്നു പോകുമ്പോൾ തന്നെ മുഹമ്മദും കൂട്ടരും നമ്മെ തടയാൻ ശ്രമിക്കുന്നു. അതിനൊരു അറുതി വരുത്തണം. ബദറിനൊരു പ്രതികാരം ഞാൻ ആഗ്രഹിക്കുന്നു. അതായിരുന്നു അബൂ സുഫിയാൻ്റെ അന്നത്തെ തന്ത്രപ്രധാനമായ ദാറുൻ നദ്വയിലെ പ്രസംഗം. അബൂ സുഫിയാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉടനെ തന്നെ സദസ്സ് ഇളകി. അബൂ സുഫിയാൻ, ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ആഗ്രഹിച്ച കാര്യമായിരുന്നു ബദറിനൊരു പ്രതികാരം എന്ന കാര്യം. അങ്ങനെ ഖുറൈശികൾ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 3000 ആളുകളും അതിൽ 13 നീഗ്രോയികളും അവർക്ക് വഴിയിൽ നിന്ന് കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞിരുന്നില്ല. ഉഹദ് യുദ്ധം വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നിന്നും വഹി ലഭിച്ചിരുന്നു. എന്നാൽ ബദറിനാവട്ടെ വഹിയൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് യുദ്ധത്തിന് ആണുങ്ങൾ അറിയാതെ പെണ്ണുങ്ങളും ഒരു ഒരുക്കം നടത്തി. അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദ് വഹ്ശി എന്ന അടിമയോട് പറഞ്ഞു, എടാ വഹ്ശി, നിനക്കൊരു മോചനം വേണ്ടേ? വഹ്ശി പറഞ്ഞു, അതിന് നിങ്ങൾ മോചനം തന്നിട്ട് വേണ്ടേ? സാധാരണഗതിയിൽ ഒരു അടിമയ്ക്ക് ഉടമ എത്രയാണോ പൈസ പറയുന്നത് അതാണ് ആ അടിമക്ക് കൊടുക്കേണ്ടത്. വഹ്ശി പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശായിട്ടൊന്നുമില്ല. ഹിന്ദ് ഉടനെ തന്നെ പറഞ്ഞു, കാശ് എനിക്ക് വേണ്ട, പക്ഷേ നീ 3 പേരെ കൊല്ലണം. അപ്പോൾ വഹ്ശി ചോദിച്ചു, ആരാണ് ആ 3 പേർ? ഹിന്ദ് പറഞ്ഞു, ഒന്നാമൻ മുഹമ്മദ്, 2 അലി ഇബ്നു അബി ത്വാലിബ്, 3 ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഇവർ 3 പേർ. വഹ്ശി പറഞ്ഞു, ഇവർ 3 പേർ പോയിട്ട് ഇതിൽ ഒരാളെ എനിക്ക് കൊല്ലാൻ കഴിയില്ല, അവരെ അടുത്ത് പോലെ എനിക്ക് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദ് പറഞ്ഞു, അതിന് നീ 3 പേരെ കൊല്ലണ്ട, അതിൽ ഒരാളെ കൊന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് വഹ്ശി ചോദിച്ചത്, എങ്ങനെ അവരെ കൊല്ലും? ഉടനെ തന്നെ ഹിന്ദ് പറഞ്ഞു, എടാ വഹ്ശി, നിനക്കൊരു അപാര കഴിവുണ്ടല്ലോ, ചാട്ടുളി എറിയുന്ന, അത് പ്രയോഗിച്ചാൽ പോരെ? വഹ്ശി പറഞ്ഞു, അതെ, ശരി തന്നെയാണ്. അങ്ങനെ വഹ്ശി ഒരു ചാട്ടുളി രൂപകൽപ്പന ചെയ്തു. അത് എളിയിൽ ഒളിപ്പിച്ച്
ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് വശിയം പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ യുദ്ധത്തിന് വരുന്ന ഈ സംഭവമായി ഒരു വഹി പോലും ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് വരുന്നത്. തൻ്റെ ദൂതനായ ഒരാളെ പറഞ്ഞു വിട്ടു. 3000 വരുന്ന സർവായുധ പടയാളികൾ, ഖാലിദ്, ഇക്രിമയും ഉപസൈന്യാധിപർ, ഇസ്ലാമിൻ്റെ വ്യക്തിവൈദ്യങ്ങളായ 80 നീഗ്രോ അടിമകളെയും കൂട്ടി അബൂ സുഫിയാൻ പുറപ്പെട്ടു തുടങ്ങി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദൂതൻ കത്തുമായി മദീനത്തെത്തി. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് എത്തി. ഖുറൈശികൾ പുറപ്പെട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ദൂതൻ പള്ളിയുടെ മുന്നിലിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി. ഞാൻ മക്കത്തിൽ നിന്നും വരുകയാണ്, അബ്ബാസിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞു അയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബ്ബാസ് റളിയല്ലാഹു അൻഹു ദൂതനാണെന്ന് പറഞ്ഞപ്പോൾ നബി ചോദിച്ചു, ആ വിവരം എന്താണ് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതെ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് പരിശുദ്ധ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് പൊട്ടിച്ചു വായിച്ചു. കത്ത് വായിച്ചപ്പോൾ പുണ്യനബി അല്പം മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ബദ്റിനൊരു പ്രതികാരവുമായി അബൂ സുഫിയാൻ ഇബ്നു ഹർബ് പുറപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ വരുന്ന സമയത്ത് നമ്മൾ മദീനത്ത് നിൽക്കണോ അതോ മദീനത്ത് പുറത്ത് പോയിട്ട് യുദ്ധം ചെയ്യണോ? റസൂലുള്ളാഹിൻ്റെ ചോദ്യം അതായിരുന്നു. അവർ വരുന്ന സമയത്ത്, ശത്രുക്കൾ വരുന്ന സമയത്ത് നമ്മൾ മദീനത്ത് നിൽക്കുന്നോ അതോ മദീനക്ക് പുറത്ത് പോയിട്ട് യുദ്ധം ചെയ്യുന്നോ എന്നായിരുന്നു. എല്ലാവരും മിണ്ടാതിരുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ റമളാൻ മാസം കഴിഞ്ഞിട്ട് ജനങ്ങൾ എല്ലാവരും വളരെ ക്ഷീണത്തിലാണ്. സാമ്പത്തികമായി എല്ലാവരും പ്രയാസത്തിലാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകത്തിൽ മദീനയിലേക്ക് പുറത്തുപോയി യുദ്ധം ചെയ്യുക എന്നത് ഒരു പ്രയാസകരമായ കാര്യം തന്നെയാണ്. യുദ്ധം പെട്ടെന്ന് തന്നെ തീരുന്ന കാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഭക്ഷണങ്ങൾ, മറ്റ് സാമഗ്രികൾ അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു സന്ദർഭത്തിലല്ല നമ്മൾ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ യുദ്ധം ചെയ്യാം, മദീനയിൽ നിന്നുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാമെന്നായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരും ഒരേ അഭിപ്രായത്തിൽ യോജിച്ചു നിന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, വീണ്ടും മദീനത്ത് നിൽക്കുന്നോ അതോ നമുക്ക് പുറത്തു പോകുന്നോ എന്നായിരുന്നു ആ ചോദ്യം. വീണ്ടും രണ്ടാമതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കാര്യം ആവർത്തിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമതും ഇതേ അഭിപ്രായം പറഞ്ഞു, മദീനത്തു തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മദീനത്ത് നിൽക്കുന്നോ അതോ മദീനക്ക് പുറത്തു പോകുന്നോ? അപ്പോൾ അൻസാറുകളിൽ പ്രമുഖരായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഞങ്ങളെക്കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ പുണ്യ ഹബീബേ, നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അങ്ങോട്ട് നമുക്ക് തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറുപടി പൂർണ്ണമായിട്ടില്ല, നമുക്ക് മദീനയിൽ നിൽക്കണോ അതോ പുറത്തു പോകണോ? വീണ്ടും പറഞ്ഞു. ഒരു സെക്കൻഡ് സമയം ആരും ഒന്നും മിണ്ടിയില്ല. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നമുക്ക് മദീനയിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ ഒരാൾ ചാടി എഴുന്നേറ്റു. യാ അബൂബക്കറെ, യാ ഇബ്നു ഖത്താബ്, നിങ്ങളെല്ലാം ഭീരുക്കളായോ? ഖുറൈശികളുടെ പേര് കേൾക്കുമ്പോൾ പേടിയുണ്ടോ? വാളു പിടിച്ച് തഴമ്പുറ്റ കൈയാണിത്. അവരുടെ പേര് കേൾക്കുമ്പോൾ തരിക്കുന്ന കൈയാണിത്. അതുകൊണ്ട് മദീനയുടെ പുറത്തു പോകണം, അതാണ് നല്ലത്. മദീനയിൽ നിൽക്കണ്ട. ഇതങ്ങ് പറഞ്ഞപ്പോൾ
ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് ചെറുപ്പക്കാരായ സ്വഹാബികളുണ്ട്. അവർ ആവേശത്തിൽ വിളിച്ചങ്ങ് പറഞ്ഞു. ആ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് പറഞ്ഞത് മറ്റാരുമല്ല, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ആണ് ആ പറഞ്ഞത്. അതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ എല്ലാവരും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അതാണ് വേണ്ടത്, മദീനയുടെ പുറത്തു പോവുക എന്നത്. രണ്ട് ഗ്രൂപ്പുകളായി. ഒരു കൂട്ടർ മദീനത്ത് നിൽക്കണമെന്നും പറയുന്നു, മറ്റു കൂട്ടർ മദീനത്ത് പുറത്തു പോകണം എന്നതായി. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു വോട്ടെടുപ്പ് നടത്തി, ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. അങ്ങനെ മദീനയിലായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ്. അങ്ങനെ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രൂപ്പായിരുന്നു അന്ന് വിജയിച്ചത്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജയിച്ചപ്പോൾ പുണ്യനബി അവരോട് പറഞ്ഞു, ഭൂരിപക്ഷത്തിൻ്റെ അഭിമാനത്തെ ഞാൻ മാനിക്കുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിയുടെ വീടായ ഹുജറത്തു ഷരീഫയുടെ അകത്ത് കയറി. എന്നിട്ട് അല്പം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തോട്ടിറങ്ങി. അപ്പോൾ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി. 2 പടയെങ്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടിട്ടുണ്ട് ആ സമയത്ത്. സാധാരണഗതിയിൽ പടയെങ്കി 1 ധരിക്കാറുള്ളൂ. ഉഹുദ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടയെങ്കി 2 അണിഞ്ഞിരുന്നു. ശേഷം സഹാബത്തിനോട് പറഞ്ഞു, നമ്മൾ യുദ്ധത്തിന് പുറപ്പെടാൻ പോവുകയാണ്. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാൻ ആ കഥ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ? സഹാബാക്കൾ പറഞ്ഞു, നാം യാ റസൂലല്ലാഹ്.